കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു യഹൂദന്മാരോട് അരുൾ ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. യഹൂദർ പറഞ്ഞു, നിനക്ക് പിശാചുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു. അബ്രാഹാം മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, എന്നിട്ടും എൻ്റെ വചനം പാലിക്കുന്ന ഒരുവനും ഒരിക്കലും മരിക്കുകയില്ല എന്ന് നീ പറയുന്നു. ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രാഹത്തെക്കാൾ വലിയവനാണോ നീ? പ്രവാചകന്മാരും മരിച്ചുപോയി, ആരെന്നാണ് നീ അവകാശപ്പെടുന്നത്? ഈശോ പറഞ്ഞു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല. എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. എന്നാൽ നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല, ഞാനോ അവിടുത്തെ അറിയുന്നു. ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനായിരിക്കും. എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു. എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹാം ആനന്ദിച്ചു. അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നിനക്കിനിയും 50 വയസ്സായിട്ടില്ല, എന്നിട്ട് നീ അബ്രാഹത്തെ കണ്ടുവെന്നോ? യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലുകളെടുത്തു. എന്നാൽ യേശു അവരിൽ നിന്ന് മറിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി. മിശിഹായിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം ശ്രവിക്കുകയും അത് പാലിക്കുകയും ചെയ്താൽ അവർ ഒരിക്കലും മരിക്കുകയില്ല എന്ന്. വചനം പാലിക്കുന്നവർക്ക് മരണമില്ല എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. മനുഷ്യ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റേതായ ജീവിതത്തിനപ്പുറം ദൈവത്തോടൊപ്പം ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് നിത്യത എന്ന് പറയുന്ന ആ വലിയ സ്വർഗീയ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു ജീവിതമുണ്ട്. ആ ജീവിതം നമ്മൾ ഈ ലോകത്തിൽ ആരംഭിച്ച് നമ്മുടെ ഇഹലോക വാസമെല്ലാം വെടിഞ്ഞ് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ ഈശോ നമുക്ക് നിത്യ സമ്മാനമായിട്ട് നൽകുന്ന അവസ്ഥയാണ് സ്വർഗരാജ്യം, നിത്യത. ഈശോയോടൊപ്പം എന്നേക്കുമായിട്ട് നിലനിൽക്കുക. ഈശോ പറയുകയാണ്, എൻ്റെ വചനം പാലിച്ചാൽ നിങ്ങൾക്ക് മരണമില്ല. ഒരുപക്ഷെ കർത്താവിൻ്റെ വചനം പാലിച്ച് കർത്താവിനെ അറിഞ്ഞ് കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ ഹിതം നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റിയാൽ നമുക്ക് ലഭിക്കുന്നൊരു കൃപയുണ്ട്, നമുക്ക് ലഭിക്കുന്നൊരു അഭിഷേകമുണ്ട്, നമുക്ക് ലഭിക്കുന്നൊരു വിശുദ്ധിയുണ്ട്. നമുക്ക് ഈ ലോകത്തിൽ ഈശോയെ അറിഞ്ഞ് ഈശോയെ സ്നേഹിച്ച് ഈശോയോടൊപ്പം ഈശോയെപ്പോലെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. കുറ്റങ്ങളും കുറവുകളും ബുദ്ധിമുട്ടുകളും വേദനകളും മുറിവുകളും ഒക്കെ ഉണ്ടാകുമ്പോഴും ഞാനല്ല, എന്നിൽ ഈശോയാണ് ജീവിക്കുന്നത് എന്ന് പറയുവാൻ സാധിക്കുമെങ്കിൽ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുമൊക്കെ കർത്താവിന് വേണ്ടി ക്രൂശിതനോടൊപ്പം അവൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അവനെ അനുധാവനം ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ലഭിക്കുന്നൊരു അഭിഷേകമുണ്ട്, നമുക്ക് കിട്ടുന്നൊരു വിശുദ്ധിയുണ്ട്. ഈ ലോകത്തിൽ സ്വർഗത്തിൽ അനുഭവിക്കുന്ന ഒരു ആനന്ദം, അത് സഹനങ്ങളുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഒക്കെ ഞാൻ ക്രൂശിതനെ മുന്നിൽ കണ്ടത് സഹിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ആനന്ദമുണ്ട്, ഒരു സ്വർഗീയ അനുഭൂതിയുണ്ട്. അത് ഈ ലോകത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് മാർഗദർശിയായിട്ട് നമ്മുടെ മുന്നിൽ എന്നും കർത്താവിൻ്റെ സ്വരമുണ്ടാകും. ഇതാണ് വഴി, ഇതിലെ
പോവുക എന്ന്. അത് വചനമാണ്. ഈ വചനം പാലിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട ഒരുപാട് വിശുദ്ധർ ഇന്ന് നമുക്ക് മുന്നിൽ മാർഗദർശികളായിട്ടുണ്ട്. അവരുടെ ചിന്തകൾ, അവരുടെ ഓർമ്മകൾ, അവർ അഭ്യസിച്ചിരുന്ന പുണ്യങ്ങൾ, അവരുടെ വിശുദ്ധി, അവർ കടന്നുപോയ ജീവിത ചര്യകളൊക്കെ അവർ ഈ ലോകം വെടിഞ്ഞു പോയിട്ടും നമ്മുടെ മുന്നിൽ വലിയ ദീപശിഖയായിട്ട് വിശുദ്ധിയിലേക്ക് കടന്നു പോകുവാനുള്ള വലിയ അഭിഷേകമായിട്ട് ഇന്നും അവരുടെ ഓർമ്മകൾ, അവരുടെ വിശുദ്ധിയുടെ മാർഗങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഇന്നുമുണ്ട്. മരണമില്ലാത്ത വിശുദ്ധിയുടെ മാർഗങ്ങൾ അത് ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ, അതെ, അത് തന്നെയാണ് വചനത്തിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു. കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, മകനെ, മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ ജീവിക്കുന്നവനായ ദൈവമാണ്, ഞാൻ വെറുതെ മാറി നിന്ന് ചിരിക്കുന്ന ദൈവമല്ല. നിൻ്റെ ജീവിതത്തിലെ ഓരോ അവസ്ഥകളിലും, നിൻ്റെ ബുദ്ധിമുട്ടുകളിലും, നിൻ്റെ വേദനകളിലും ഒക്കെ സഹിച്ച്, നിന്നോടൊപ്പം സഹിച്ചുകൊണ്ട്, നിന്നോടൊപ്പമായിരുന്നു കൊണ്ട്, നിൻ്റെ വേദനകൾ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നിന്നെ ഏറ്റെടുക്കുന്ന ഒരു ദൈവമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കണം. വചനം നമ്മൾ വായിക്കണം, വചനം നമ്മൾ ധ്യാനിക്കണം, ആ വചനം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണം. ആ വചനത്താൽ നമ്മൾ നയിക്കപ്പെടണം. വചനം മാംസമായി എന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ വചനം മാംസമാകണം. വചനത്തെ നമ്മൾ സ്നേഹിക്കണം. വചനം വായിക്കുന്നത് മറ്റാരുടെയൊക്കെയോ കടമയെന്നതിനേക്കാൾ എനിക്ക് എൻ്റെ ഈശോയുടെ സ്വരം ശ്രവിക്കണം, എനിക്കെൻ്റെ കർത്താവിനെ കേൾക്കണം, എനിക്കെൻ്റെ കർത്താവിനാൽ നയിക്കപ്പെടണം. വചനമെടുത്ത് വായിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അവിടെ കിട്ടുന്നൊരു കൃപയുണ്ട്, അവിടെ കിട്ടുന്നൊരു അഭിഷേകമുണ്ട്. തീ ജ്വാല പോലെ നമ്മൾ കർത്താവിലേക്ക് നയിക്കപ്പെടുന്നൊരനുഭവമുണ്ട്. ആ അനുഭവത്തിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. അവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാതെ, നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ വചനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, വചനം നമ്മളെ നയിക്കുമ്പോൾ, ഇതാണ് വഴി, ഇതിലെ വരിക എന്ന് കർത്താവിൻ്റെ സ്വരം, ഇന്നും എന്നും ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ സ്വരം എന്നും നമ്മൾ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വായിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മളറിയാതെ, നമ്മൾ ആഗ്രഹിക്കാതെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ ദൈവത്തെ സ്നേഹിക്കണം. അതൊരു തീയാണ്. ആ തീ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്വർഗീയ അനുഭൂതി നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഈ ജീവിതമോ, ഈ ലോകമോ, ഈ ലോകത്തിൻ്റെതായ പ്രശ്നങ്ങളോ ഒന്നും അല്ല. അതിലൊക്കെ ഉപരി ദൈവം എന്നെ കൈപിടിച്ചു നടത്തുന്നു. രോഗങ്ങളുണ്ടാവാം, പ്രശ്നങ്ങളുണ്ടാവാം, കടബാധ്യതകളുണ്ടാവാം, എന്തുണ്ടെങ്കിലും നമ്മൾക്ക് അബ്രാഹത്തിനെ പോലെ അവൻ്റെ ഐഡൻറ്റിറ്റി തന്നെ മാറ്റി, അവൻ്റെ വാസസ്ഥലം മാറ്റി, അവന് സ്വയം മഹത്വപ്പെടുത്തുവാനുള്ള ഒന്നുമില്ലാതെ ദൈവം അവനെ കൈപിടിച്ച് മറ്റൊരു ദേശത്ത് പറിച്ചു നട്ടു. വിശുദ്ധീകരിക്കുവാൻ, അവനെ തന്നോടടുപ്പിക്കുവാൻ, തൻ്റെ ജനമായിട്ട് ഉയർത്തുവാൻ. ഇന്ന് സുവിശേഷത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്, എന്നെ കണ്ട് നിങ്ങളുടെ പിതാവ് ആനന്ദിച്ചു, അബ്രാഹാം ആനന്ദിച്ചു. രക്ഷകനെ പോലും കാണുവാനുള്ള ആ ഹൃദയത്തിൻ്റെ തുറവി അബ്രാഹത്തിന് ലഭിച്ചുവെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്ത് ആ വലിയ തുറവിയിലേക്ക് നമ്മൾ നയിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഈശോയുടെ സ്വരം ശ്രവിക്കണം, ഈശോയാൽ നയിക്കപ്പെടണം. വചനത്തിന് അഭിഷേകത്തിൻ്റെ കൃപയുടെ, അത് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള, നമ്മളായിരിക്കുന്ന സ്വയം മഹത്വപ്പെടുത്തുന്നതെല്ലാം മാറ്റിയിട്ട് ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്ന എന്ന വലിയ ബോധ്യത്തിലേക്ക് നയിക്കപ്പെടാനുള്ള വലിയ ശക്തി വിശുദ്ധ ഗ്രന്ഥത്തിനുണ്ട്, ബൈബിളിനുണ്ട്. ഈ നോമ്പ് കാലത്ത് നമ്മൾ ഒരുപാട് ആത്മപരിത്യാഗങ്ങളും പ്രായശ്ചിത്ത പ്രവൃത്തികളും കുമ്പസാരവും ഒക്കെ നടത്തുന്നുണ്ട്. ഒറ്റ കാര്യം കൂടി നമ്മൾ ചെയ്യണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകണം, വായിക്കണം, ധ്യാനിക്കണം, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. ഈശോ നമ്മെ ശക്തിപ്പെടുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.